യൂണിറ്റ്സ് മെഷർമെൻറ്റിൽ എക്സാമ്പിൾ 1.5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹാവിംഗ് എ ബോബ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിംഗ് ദാറ്റ് ഓസിലേറ്റ്സ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. Suppose that the period of oscillation of the simple pendulum depends on its length L, mass of the bob m, and the acceleration due to gravity g. Derive the expression for its time period using method of dimension. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ടൈം പീരിയഡിൻ്റെ ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്, ഡിറൈവ് ചെയ്യാനാണ് യൂസിങ് മെത്തേഡ് ഓഫ് ഡയമെൻഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പെൻഡുലം, അതിൻ്റെ സ്ട്രിങ്ങിൽ ഒരു മാസ് എം ആയിട്ടുള്ള ബോബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് ഫോഴ്സ്, ഗ്രാവിറ്റിയുടെ ഫോഴ്സിലൊക്കെ. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടൈം പീരിയഡിൻ്റെ ഇത് കണ്ടുപിടിക്കാനാണ്. ആൻഡ് ഇവിടെ തന്നിട്ടുണ്ട് എന്ത്? പീരിയഡ് ഡിപ്പെൻസ് ഓൺ ലെങ്ത് എൽ, മാസ് എം, ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയും. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലിനെ, പിന്നെ മാസ് എമ്മിനെ, പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിനെ. ഇവിടെ നമുക്ക് എക്സ്പോണൻഷ്യൽ ABC എന്ന് കൊടുക്കാം. അല്ല വേണ്ട, നിങ്ങൾ NCERT ഇതിന് XYZ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ XYZ കൊടുക്കാം. XYZ. സോറി. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷനാലിറ്റി കളയാൻ വേണ്ടിയിട്ടേ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. അപ്പോൾ T = K. K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആട്ടോ, അത് ഡയമെൻഷൻലെസ് ആണ്. L⁻X, M⁻Y ആൻഡ് G⁻Z. ഓക്കെ, ഇതിനൊരു 1 നട്ട് വെക്കാം. ഇതിൻ്റെ ബാലൻസ് നമുക്ക് ബാക്കി ചെയ്യാണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഈ സെയിം ഇക്വേഷനെ നമുക്ക് ഇവിടെ ഒന്ന് എഴുതേക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. T = K × L⁻X, M⁻Y, G⁻Z. ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ പറയാൻ വിട്ടതാണ്. ഈ XYZ ഒക്കെ എന്തിനാണ് എടുക്കുന്നത്? അതായത് ഈ എക്സ്പോണൻഷ്യൽ എന്തിനാണ് എടുക്കുന്നത്? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണോ, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ, അല്ലെങ്കിൽ പവർ 1 ആണോ 2 ആണോ, ഇനി എത്രയാണെന്നൊന്നും നമുക്കിത് അറിയത്തില്ല. ഇത് ജസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഡയമെൻഷൻ അനാലിസിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ എക്സ്പോണൻഷ്യലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മെയിനായിട്ട്. ഈ എക്സ്പോണൻഷ്യൽ കണ്ടുപിടിച്ചാൽ തന്നെ ആൻസർ പൗതിമുക്കാലും കിട്ടിയെന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്, ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ചിലർ വിചാരിക്കും എന്തിനാണ് സാറേ XYZ ഒക്കെ വെറുതെ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യും? ഡയമെൻഷൻ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ T ആണുള്ളത്. ടീൻ്റെത് എന്ത് ചെയ്യാം? M0, L0, T1. ഓക്കെ, T മാത്രം ഉള്ളതുകൊണ്ടാണ് T1 കൊടുത്ത്. Kന് എന്തില്ല? Kന് ഡയമെൻഷൻ ഇല്ല, അവിടെ അത് നോക്കണ്ട. എല്ലിന് ലെങ്ത്തിൻ്റെ L ആണ്, അതിൻ്റെ എക്സ്പോണൻഷ്യൽ X. എമ്മിൻ്റെത് മാസ് തന്നെ, അപ്പോൾ മാസിന് M തന്നെയാണ് ഇവിടെ Y. ആക്സലറേഷൻ്റെ യൂണിറ്റ് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ ഡയമെൻഷന്. ആക്സലറേഷൻ യൂണിറ്റ് എന്താണ്? m/s² ആണ്. അതായത് m/s². ഈ m/s² ആകുമ്പോൾ എന്തായിരിക്കും? മീറ്ററിൻ്റെത് L, പിന്നെ സെക്കൻഡ് സ്ക്വയർ ഇൻവേഴ്സ് m/s² ആണ്. അപ്പോൾ LT-2 ആണ് Z. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ LX MY LZ T-2Z എന്ന് വരും. ഇത് 2Z ആട്ടോ മാറരുത്. സോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ, അതായത് ഇവിടുത്തെ ബേസ് എന്താണ്? അതായത് ബേസ് നോക്കുമ്പോൾ എല്ലും ഇവിടെ 2 L ഉണ്ട്. ഈ എല്ലും ബേസ് ഈക്വലാണ്. അപ്പോൾ പവർ എന്ത് ചെയ്യും? പവർ പ്ലസ് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് അത് ചെയ്തേക്കാം. LX+Z. എമ്മിൻ്റെ പിന്നെ എന്താണ്? എമ്മിൻ്റെ വേറെ ഇതില്ല, അതുകൊണ്ട് MY തന്നെ. ടീൻ്റെത് -2Z. ഇനി നമുക്ക് ഇവിടുന്ന് പവർ ഇക്വേറ്റ് ചെയ്താൽ, ഓരോ പവർ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചറിയാം. എമ്മിൻ്റെ എന്താണ്? 0 ആണ്. എമ്മിൻ്റെ പവർ 0 ആണ്. ഇവിടെ എമ്മിൻ്റെ പവർ എന്താണ്? Y ആണ്. എന്ന് വെച്ചാൽ Y = 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? എല്ലിൻ്റെ 0 ആണ്. എല്ലിൻ്റെത് ഇവിടെ എന്താ ഉള്ളത്? X+Z ആണ്. അപ്പോൾ X+Z = 0. X+Z = 0. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ X എന്താണ്? എക്സിന് സെഡിന് അങ്ങോട്ട് പോകുമ്പോൾ -Z എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് Tയുടെ കൂടെ നോക്കാം. Tയുടെ പവർ എത്രയാണ്? പവർ 1 ആണ്. ഓക്കെ, ഇവിടെ പവർ 1 നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ലേ? ഓക്കെ, പവർ 1 ആട്ടോ. ഇത് പവർ 1 ആണ് Tയുടേത്. ഈ 1 = -2Z അല്ലേ? ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ -2Z ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ 1 = -2Z. ഓക്കെ, എന്ന് വെച്ച് നോക്കുമ്പോൾ Z എന്താടാ? സെഡിനെ അവിടെ വെച്ച് നോക്കുമ്പോൾ
മൈനസ് 1/2 എന്ന് വരും. സോറി. അപ്പോൾ നമുക്ക് സെഡ് കിട്ടി. വൈ എത്രയാണ്? വൈ 0 കിട്ടി. സെഡ് മൈനസ് 1/2 കിട്ടി. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ നമ്മൾ എടുത്തില്ല എക്സ് = മൈനസ് സെഡ് എന്ന് എടുത്തു. അപ്പോൾ എക്സ് മൈനസ് സെഡ് ആണെങ്കിൽ സെഡ് എന്ന് പറയുന്നത് മൈനസ് 1/2 ആണ്. അപ്പോൾ എക്സ് എത്ര ആയിരിക്കും? എക്സ് = മൈനസ് 1/2 എന്ന് വെച്ചാൽ എത്രടാ? പ്ലസ് 1/2 ആണ് എക്സ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സും കിട്ടി. ഇനി നമുക്കിത് നമുക്ക് കിട്ടിയ വൈയും എക്സും സെഡും ഒക്കെ നമുക്ക് ഈ ഇക്വേഷൻ 1 കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടി = കെ ഇൻറ്റു എല്ലിൻ്റെ മുകളിൽ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? പ്ലസ് 1/2. ഓക്കെ, അപ്പോൾ 1/2. എമ്മിൻ്റെത് എത്രയാണ്? എമ്മിൻ്റെത് വൈ ആണ്. വൈ എന്താണ്? 0 ആണ്. അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിത് ഇവിടെ കൊടുക്കുന്നില്ല. അതായത് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഏത് സാധനത്തിൻ്റെ പവർ 0 വന്നാൽ ഇപ്പോൾ 10⁻0 എന്ന് വന്നാൽ പോലും അത് എത്രയാണ്? 1 ആണ് കേട്ടോ. അതായത് ഏതിൻ്റെ സാധനമാണ് ഇപ്പോൾ 2ൻ്റെ പവർ 0 വന്നാലും എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. ഇനിയുള്ളത് ജി ആണ്. ജീൻ്റെത് എത്രയാണ്? സെഡ് ആണുള്ളത് പവർ. അപ്പോൾ സെഡിന് എത്രയാണ്? മൈനസ് 1/2. ഓക്കെ, ഇനി ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. സോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ടി = കെ ഇൻറ്റു എല്ല് പറയുന്നത് 1/2 ആണ്. 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? അതെന്താണ്? റൂട്ടാണ്. അപ്പോൾ എല്ലും റൂട്ടിലാണ്, ജിയും റൂട്ടിലാണ്. ജി മൈനസ് ആണ്. മൈനസ് വരുന്നതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിലേക്കാരം വരിക, അതായത് താഴത്തേക്കാരം വരിക. അപ്പോൾ L/G ആണ്. ഇതാണ് നമുക്ക് ഇവിടെ ഡയമെൻഷൻ വെച്ചിട്ട് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് വേറെ കളറിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇനി ഒന്നും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഇവിടെ കെ എന്ന് പറയുന്നത് എത്രയാണോ? 2π ആണ്. അതായത് കെ = 2π ആണ്. അത് നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. നിങ്ങൾ ആ ചാപ്റ്ററിലോട്ട് എത്താനുണ്ട്. എന്നാലും ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടൈം പീരീഡിൻ്റെ കറക്റ്റ് ഫോമിൽ വരിക ടി = 2π × L/G. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ വെച്ചിട്ടുണ്ട്. ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് ഇത്രേ കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ